നമസ്കാരം. ജനം ടിവിയും ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പാഞ്ചജന്യം ഭാരതവും സംയുക്തമായി അവതരിപ്പിക്കുന്ന ശ്രീരാമസാഗരത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. രാമായണം ഒരു പുരാതന ഇതിഹാസ കാവ്യം എന്നതിനപ്പുറം ഏത് കാലത്തും മനുഷ്യ ജീവിതത്തിന് പ്രസക്തമായ മൂല്യങ്ങൾ പകരുന്ന ഒരു ജീവിത ദർശനമാണ്. അതുകൊണ്ടാണ് നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും രാമായണം ഇന്നും പാരായണം ചെയ്യപ്പെടുന്നതും മനനം ചെയ്യപ്പെടുന്നതും. പ്രശസ്ത പ്രഭാഷകനും വാഗ്മിയുമായ ഡോക്ടർ ടി.പി. ശശികുമാറിന്റെ വാക്കുകളിലേക്ക് കാണാം രാമാമൃതം. നമസ്കാരം. പാഞ്ചജന്യം ഭാരതം ശ്രീരാമസാഗരം എന്ന പ്രോഗ്രാം ഈ കർക്കടക മാസത്തിൽ രാമായണ മാസം ആഘോഷിക്കുമ്പോൾ ഗ്ലോബൽ ഫെസ്റ്റിവലായിട്ട് മാറിയത് കഴിഞ്ഞ വർഷം മുതലാണ്. കഴിഞ്ഞ വർഷം പല രാജ്യങ്ങളിലും ശ്രീരാമസാഗരത്തിൻ്റെ ഭാഗമായിട്ട് കുറേ ആൾക്കാർ പങ്കെടുത്തിട്ട് കുറേ കാര്യങ്ങൾ പറയുണ്ടായി. അതിലേറ്റവും പ്രസിദ്ധമായിട്ട് തോന്നിയിട്ടുള്ളത് കുട്ടികളുടെ ഇടപെടലുകളാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചിന്തിക്കേണ്ടത് ഈ കുട്ടികൾക്ക് രാമായണത്തിൻ്റെ കഥയെക്കുറിച്ച് പറയുമ്പോൾ പല കഥകളും പല ഭാഗങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. എഴുതപ്പെട്ടിട്ടുള്ളത് എന്ന് പറയുന്നത് ഒരു 300 മുതൽ 700 BC വരെയുള്ള കാലഘട്ടങ്ങളിലാണെങ്കിലും അതിൻ്റെ പൗരാണികതയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ 4,32,000 വർഷമാണ് കലികാലം. കലികാലത്തിൻ്റെ 2 ഇരട്ടിയാണ് 8,64,000 വർഷമാണ് ദ്വാപരയുഗം. ദ്വാപരയുഗത്തിന് മുമ്പാണ് നമ്മുടെ ത്രേതായുഗം നടന്നതെന്നും ത്രേതായുഗ കാലത്താണ് രാമൻ്റെ കഥയെന്നും നമുക്ക് കൃത്യമായിട്ട് അറിയാം. ആ കാലഘട്ടങ്ങൾ നോക്കുന്ന സമയത്ത് രാമായണം എന്ന് പറയുന്നത് ഏകദേശം 10 ലക്ഷം മുതൽ 12 ലക്ഷം വരെ പഴക്കമുള്ളൊരു കഥയാണ്. 10 ലക്ഷം മുതൽ 12 ലക്ഷം വരെയുള്ള കഥ, അത്രയും പഴക്കമുള്ളൊരു കഥ ഇന്നും നമ്മൾ കൊണ്ടാടുന്നുണ്ടെങ്കിൽ, ആലോചിക്കുന്നുണ്ടെങ്കിൽ, 192-ലധികം വെറൈറ്റികൾ പല ഭാഗങ്ങളിലും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ, ഭാരതത്തിൽ മാത്രമല്ല, ഫിജിയിൽ ഉണ്ടായിരുന്ന രാമായണ കോൺഫറൻസിൽ ഭാരതീയ സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചും ഫിലോസഫിക്കൽ റിസർച്ചും ഒക്കെ സ്പോൺസർ ചെയ്ത പ്രോഗ്രാമിൽ ഫിജിയിൽ പോയിട്ട് പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. അന്ന് നമ്മൾ കണ്ടിട്ടുള്ളത് രാമായണത്തിൻ്റെ വിവിധ ഭാഗങ്ങളാണ്. അന്ന് ഞാൻ സംസാരിച്ചത് കേരളത്തിന് എന്തുകൊണ്ടാണ് വ്യത്യസ്തമായ ഒരു രാമായണമുള്ളതെന്നാണ്. ലോകത്തിലെ ഒരു ഭാഷയിലും ഒരു പുസ്തകം തർജ്ജിമ ചെയ്തതുകൊണ്ട് ഭാഷാപിതാവായിട്ട് നമ്മൾ അംഗീകരിച്ചിട്ടില്ല. അങ്ങനെ നടന്നിട്ടുള്ള ഏകദേശം കേരളമാണ്. നമ്മുടെ എഴുത്തച്ഛൻ എന്ന് പറയുന്ന വ്യക്തി ആകെ ചെയ്തിട്ടുള്ളത് നമ്മൾ കാണുന്ന കിളിയുടെ അവസ്ഥയിൽ തുടങ്ങിയിട്ടുള്ള വാത്മീകിയുടെ കഥ, കിളിയെ അമ്പെയ്തിടുന്ന വാത്മീകിയുടെ കഥ കിളി പറയുന്നതാക്കി മാറ്റി എന്നുള്ളതാണ്. അത് വലിയൊരു സങ്കല്പമാണ്. എവിടെയാണോ വാത്മീകി തുടങ്ങിയത്, എവിടെയാണോ വാത്മീകി സംസാരിക്കാൻ സാധിക്കാതെ മരണത്തിലേക്ക് തള്ളിവിട്ട കിളിയുടെ കഥയിൽ നിന്ന് രാമായണം തുടങ്ങുന്നത്, അത് എഴുത്തച്ഛൻ പറഞ്ഞപ്പോഴത്തേക്കും വളർന്നു വരുന്ന ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി കിളിയുടെ ശബ്ദത്തിൽ പറഞ്ഞു എന്നുള്ളത് വലിയ കവിസങ്കല്പത്തിൻ്റെ ഏറ്റവും വലിയ ഒരു തലത്തിൽ നിന്ന് അദ്ദേഹത്തിന് കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. നമ്മൾ രാമായണമാണ് പല കഥയും എന്ന് പറയുമ്പോൾ തന്നെ, ഞാൻ ഇരിങ്ങാലക്കുടക്കാരനും കൂടിയാണ്. ഒന്ന് കണ്ണൂരുകാരനാണ്, ഇരിങ്ങാലക്കുടക്കാരനാണ്. ഇരിങ്ങാലക്കുട പറയുന്ന സമയത്ത് നമ്മൾ കവികളിൽ പ്രധാനമായിട്ട് കേൾക്കുന്നത് നമ്മുടെ ഉണ്ണായി വാര്യരെയാണ്. ഉണ്ണായി വാര്യർ രാമായണത്തെക്കുറിച്ച് എഴുതിയിട്ടുള്ള ഒരു കൃതിയിൽ രാമനും സീതയും എന്തുകൊണ്ട് ജോയിൻ ചെയ്തു എന്ന് പറയുന്ന സമയത്ത് അതിനു മുമ്പ് അവർക്കൊരു ജന്മമുണ്ടായിരുന്നെന്നും അവർ കാണുമ്പോൾ തന്നെ പഴയ കഥകൾ ഓർത്തിട്ട് അവർ പെട്ടെന്ന് തന്നെ എഴുകിച്ചേരാൻ സാധിച്ചു എന്നും ഉണ്ണായിയാരുടെ ഒരു കഥ പറയുണ്ടായിട്ടുണ്ട്. അതുപോലെ കവിസങ്കല്പങ്ങളിൽ വ്യത്യസ്തമായിട്ട് ചിന്തിക്കാനുള്ള കഴിവുണ്ടായിട്ടുള്ളത്, സീതായനത്തെക്കുറിച്ച് പറയാൻ സാധിച്ചിട്ടുള്ളത്, അങ്ങനെ വ്യത്യസ്തമായ രൂപത്തിൽ ഭരതൻ്റെ കഥ പറയുന്ന സമയത്ത് ഭരതൻ എന്ന് പറയുന്ന ഒരു ബ്രദർഹുഡിനെ കുറിച്ച്, ലക്ഷ്മണൻ എന്ന് പറയുന്ന ഒരു ബ്രദർഹുഡിനെ കുറിച്ച് നമ്മുടെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാവണം ഈ സങ്കല്പത്തിൽ രാമൻ എന്ന കഥാപാത്രത്തിൻ്റെ കൂടെ 4 ക്ഷേത്രങ്ങൾ ചേരുന്ന 4 ദർശനം എന്ന് പറയുന്ന സങ്കല്പത്തിൽ ഭരതനും ലക്ഷ്മണനും പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള തൃപ്രയാറും ഇരിങ്ങാലക്കുടയൊക്കെ ചേരുന്ന ഭാഗത്തുള്ള ക്ഷേത്രങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തത്. എന്താണ് ഈ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുമ്പോൾ നമ്മൾ അറിയേണ്ടത്? പഴയ കഥകൾ അറിയണം. ലക്ഷ്മണൻ എന്ന ഒരു ബ്രദറിന്, ഒരു സഹോദരന് എന്തുകൊണ്ട് രാമായണത്തിൽ ഇത്രയും കൂടുതൽ പ്രത്യേകത കൊടുക്കുന്നു എന്ന് നമ്മൾ അറിയണം.
എന്താണ് ആ പുനർജന്മമായിട്ട് രാമൻ കൃഷ്ണനായ സമയത്ത് ലക്ഷ്മണൻ ആരായി എന്ന് നമ്മൾ സങ്കല്പിക്കണം. ആ സങ്കല്പങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചു വരുന്ന സമയത്ത് ഹൈലി ലോജിക്കലായിട്ട്, ഇന്നൊവേറ്റീവായിട്ട്, ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാവും ലക്ഷ്മണനായിരുന്നു പിന്നെ കൃഷ്ണന്റെ ബ്രദറായിട്ട് ബലരാമനായിട്ട് മാറിയതെന്നും ഓരോ കഥകൾക്കുമുള്ള അടുത്ത ജന്മങ്ങളിൽ വരുന്ന കഥകൾ, രാമൻ ഒളിഞ്ഞമ്പെയ്തത് കൊണ്ട് കൃഷ്ണൻ എന്ന് പറയുന്ന അടുത്ത അവതാരത്തിന് ഒളിയമ്പ് കൂടെ മരിക്കാൻ സാധിച്ചു എന്നുള്ള കഥകൾ ആലോചിക്കേണ്ടത്. ഈ കഥകൾ തമ്മിൽ ലക്ഷക്കണക്കിന് വർഷങ്ങൾ, മിനിമം 8 ലക്ഷം വർഷങ്ങളെങ്കിലും പഴക്കമുള്ളതാണ്. ആ വർഷങ്ങൾ പഴക്കമുള്ള കഥകൾ ഇന്നും നമ്മൾ ചിന്തിക്കുകയും ആഖ്യാനിക്കുകയും വ്യാഖ്യാനിക്കുകയും അത് പ്രചരിപ്പിക്കുകയും സംസാരിക്കുകയും ഒരു മാസം പൂർണ്ണമായിട്ട് നമ്മൾ ആഘോഷിക്കുകയും ചെയ്യുമ്പോൾ കേരളത്തിൽ ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം ഇവിടുത്തെ കവികൾ, ഇവിടുത്തെ സാഹിത്യകാരന്മാർ, ഇവിടുത്തെ ചിന്തകര് ഒക്കെ ഇത് പഠിച്ചു വളർന്നിട്ടാണ് കവിതകൾ എഴുതിയിട്ടുള്ളത്. യൂസഫ് അലി കച്ചേരിയോട് ഏതോ ഒരു TV ഇന്റർവ്യൂവിൽ ചോദിച്ചത് ഞാൻ ഓർക്കുന്നു. എങ്ങനെയാണ് ഇത്ര സുലഭമായിട്ട് വാക്കുകൾ വരുന്നത്, കവിതകൾ എഴുതുന്നത്, സംസ്കൃതം എഴുതുന്നത് എന്ന് ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത്, എഴുത്തച്ഛൻ്റെ വീട്ടിൽ ചെറുപ്പത്തിൽ ഞാൻ ജനിച്ചു വളർന്ന് കളിക്കുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ കളിച്ചു നടക്കുമായിരുന്നു എന്നർത്ഥം. ആ പറയുന്നതിനർത്ഥം അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളാണ് എന്നെ ചെറുപ്പത്തിൽ വാക്കുകൾ പഠിപ്പിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് എഴുത്തച്ഛൻ്റെ രാമായണത്തെ നമ്മൾ ഏറ്റവും നല്ല കൃതിയായിട്ട് കാണുന്നതും അതുകൊണ്ടാണ് എഴുത്തച്ഛനെ നമ്മുടെ മലയാള ഭാഷയുടെ പിതാവായിട്ട് കാണുന്നതും. അങ്ങനെ ഒരു പുസ്തകം തർജ്ജമ ചെയ്തിട്ട് ഒരു ഭാഷയുടെ പിതാവായിട്ട് ലോകത്തിൽ അംഗീകരിച്ചിട്ടുള്ള ഒരേ വ്യക്തിയേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരു ഭാഷയ്ക്കേ അതിൻ്റെ പ്രാധാന്യം പറയാൻ സാധിക്കുകയുള്ളൂ, അത് നമ്മുടെ മലയാള ഭാഷയാണ്. ആ മലയാള ഭാഷ ഇത്രയും സുലഭമായിട്ട് സുലളിതമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള, അതിനു മുമ്പും കവിതകൾ എഴുതിയിട്ടുള്ള കവികളുണ്ട് മലയാളത്തിൽ. പക്ഷെ അവർ ഉപയോഗിച്ചിട്ടുള്ള മണിപ്രവാള ശൈലിയിൽ നിന്ന് മാറിയിട്ട് വളരെ ലളിതമായിട്ട് വായിക്കാൻ സാധിക്കുന്ന, അതിനേക്കാളും പ്രത്യേകത ഒരു കവിത വായിച്ച്, രാമായണം എന്ന ഇതിഹാസമാണോ പുരാണമാണോ കവിതയാണോ അത് ഭഗവാനെ കുറിച്ചാണോ എന്നൊക്കെ എല്ലാം മറക്കുക. നമ്മൾ ആകെ ചെയ്തിട്ടുള്ളത് ഒരു പുസ്തകം വായിക്കാൻ കമ്പൽസറി ആയിട്ട് രാജാവിൻ്റെ കൽപ്പന, ഇത് എല്ലാ വീടുകളിലും 20 വീടുകൾ കൂടിച്ചേർന്നിട്ട് വായിക്കണം. അത് ട്രാൻസ്ലേറ്റ്, അത് ഹാൻഡ് റിട്ടൺ കോപ്പി ആയിരുന്നു എന്ന് ആലോചിക്കണം. അത് ജനങ്ങൾ പകർത്തി എഴുതി എല്ലാ വീടുകളിലും സന്ധ്യക്ക് വായിക്കണമെന്ന് രാജകൽപ്പന നടത്തിയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു പുസ്തക വായന രാജാവിൻ്റെ കൽപ്പനയാക്കി മാറ്റിയിട്ടുള്ള ഏക രാജ്യം എന്ന് പറയുന്നത് നമ്മുടെ കേരളമാണ്. അതുകൊണ്ട് നമ്മുടെ ഭക്ഷണങ്ങളിൽ, നമ്മുടെ ജീവിതത്തിൽ ധാർമ്മികമായിട്ടുള്ള രാമൻ്റെ ധർമ്മബോധം ഓരോ മനുഷ്യരിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ട് രാമായണം എന്ന പുരാണം, രാമായണം എന്ന ഇതിഹാസം, പുരാണവും ഇതിഹാസവും വ്യത്യാസം, പഴയ കഥയാണ്, അവിടെ വാത്മീകി റോളുണ്ട് എന്ന് വരുന്ന സമയത്ത് ഇതിഹാസമാവും. പക്ഷേ രാമായണത്തിൻ്റെ പല ഭാഗങ്ങളിലും ആ പോയറ്റിന് എഴുതിയിരിക്കുന്ന വ്യക്തികൾക്ക് വ്യത്യസ്തമായ ഭാവങ്ങളിൽ പ്രശസ്തി അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രാതിനിധ്യമില്ലാത്തത് കൊണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ രാമായണം പുരാണവും വ്യക്തമായിട്ടുള്ള വാത്മീകിയുടെ രാമായണത്തിൽ അത് ഇതിഹാസവുമാണ്. ഇത് മനുഷ്യന്മാർ വായിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നിട്ടുള്ളതാണ്. അത് വായിക്കാനും പ്രചരിപ്പിക്കാനും നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ശ്രീരാമ രാമ രാമ രാമേതി രാമ രാമ ഹരേ രാമ.